ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം നാരായണ 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 ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഭക്തിയാൽ ജ്ഞാനത്താൽ പ്രേരിതമാകുന്ന കർമ്മത്തെ എന്നെന്നും കൈപിടിക്കാൻ മാനവരെ സദാ ഓർമ്മപ്പെടുത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ശ്രീമദ് ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ബന്ധമോക്ഷങ്ങൾക്ക് ഹേതുവായിടും മനസ്സിനെ എന്നും നിയന്ത്രിക്കുവാൻ ഭക്തിയും നാമവും ശ്രേഷ്ഠമെന്നോതുന്ന
ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. ശ്രീമദ് ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. അഗ്രേ പശ്യാമി തേജോ നിബിഡ തരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖ രസാസ്വാദ രോമാഞ്ചിതാംഗൈഃ ആവീദം നാരദാദ്യൈഃ വിലസദുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. ഭാഗവതാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവതാമൃതത്തിൽ ഇന്ന് ദശമസ്കന്ധം 4-ാമത്തെ അധ്യായത്തിൽ മധുരയിലുള്ള കഥാഭാഗമാണ് വർണ്ണിക്കുന്നത്. തസ്യാം രാത്ര്യാം വ്യതീതായാം കംസ ആഹൂയ മന്ത്രിണ തേഭ്യാജഷ്ടതൽ സർവം യദുക്തം യോഗനിദ്രയാ. രാത്രിയിൽ കണ്ട ആ അവസ്ഥ, അതിനുശേഷം ഉണ്ടായ രംഗങ്ങളും മനസ്സിൽ നിന്ന് കംസന് പോകുന്നില്ല. എത്രയും പെട്ടെന്ന് ആ മന്ത്രിമാരെ മുഴുവൻ വിളിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുചരന്മാരെ പറഞ്ഞയച്ചു. ഇവിടെ കേട്ട ഉടനെ തന്നെ കംസൻ്റെ ആജ്ഞ കേട്ട് കംസഭൃത്യന്മാർ വിവരം കൊടുത്തു. എല്ലാ മന്ത്രിമാരെയും പെട്ടെന്ന്, ഇത്ര രാവിലെ ഞങ്ങൾ വരണോ മന്ത്രിസഭയ്ക്ക്, എന്താ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ വരുന്നൊരു രംഗം. പ്രാതപ്രലംബ പ്രമുഖാനമത്യാൻ സർവാൻ സമാഹൂയ സഭോജരാജ സവിഭ്രമ പ്രേരിത ദൃഷ്ടിദത്തേ സ്ഥാനേ നിഷണ്ണാൻ അവദദ്വിനീത. പ്രഭാതകാലത്ത് ഈ മന്ത്രിമാരെയൊക്കെ വിളിച്ചു ചേർത്തു. കംസൻ ആകെ പരിഭ്രമിച്ച്, തലേ ദിവസം രാത്രിയിൽ കണ്ട രംഗം കണ്ട് പരിഭ്രമിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല. അതിൽ ദേവി പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ അന്തകൻ ഇന്ന് ജനിച്ചിട്ടുണ്ട്, ആരാണെന്ന് അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു.
ഈ ആദിപരാശക്തിയെ നമ്മുടെ നാട്ടിൽ കണ്ണങ്കാട്ട് ഭഗവതി എന്നൊക്കെ പറയാറുണ്ട്. എന്താ അർത്ഥം? കണ്ണനെ കാണിച്ചു കൊടുക്കുകയാണ്. രഹസ്യമായിട്ട് കണ്ണൻ ജനിച്ചിട്ടുണ്ട്, എവിടെയാണെന്ന് അന്വേഷിച്ചോളൂ എന്നുള്ള സൂചന കൊടുത്തത്, കാട്ടിക്കൊടുക്കുന്നത് ഈ ദേവിയാണ്, സർവാർത്ഥ സാധിക. ഇവിടെ എല്ലാ മന്ത്രിമാരും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മന്ത്രിസഭാ യോഗം ചേർന്നു. കംസൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എന്താ വിശദീകരിച്ചത്? ഇങ്ങനെയൊക്കെ ഉണ്ടായി ഇന്നലെ രാത്രിയിൽ. അതോടുകൂടിയിട്ട് പറഞ്ഞപ്പോഴൊരു ശരി തോന്നി. എന്താണ്? കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. നമ്മൾ സമരം ചെയ്യുക, അടിപിടി കൂടുക, തമ്മിലടിക്കുക, ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഈ ജന്മം ഒരുമിച്ച് അല്ല ജനിക്കുന്നത്, ഒരുമിച്ചല്ല മരിക്കുന്നത്, കുറച്ചു കാലമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. ഇതിനിടയിൽ നമ്മൾ ഇത്രയും ബഹളത്തിനും അടിപിടിക്കൊക്കെ പോകണോ? ദുഷ്ടന്മാരായിട്ട് തന്നെ നമ്മൾ ഭരണം നടത്തണോ? അതുകൊണ്ട് എൻ്റെ ഒരു നിർദ്ദേശം, നമ്മളൊക്കെ ഭരണാധികാരികളാണ്, സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അധികാരമേറ്റെടുത്ത ഭരണാധികാരികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മൾ ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ജനങ്ങളെ നമുക്ക് സേവിക്കാൻ എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല സ്വഭാവത്തോടു കൂടിയിട്ട്, നല്ല പെരുമാറ്റത്തോടു കൂടി ജനങ്ങളെ നല്ല രീതിയിൽ സ്നേഹിച്ച് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട്, വിരോധിക്കാതെ, വെറുക്കാതെ, തമ്മിലടിക്കാതെ, സാഹോദര്യത്തോടു കൂടിയിട്ട് നമ്മൾ ഇനി മേലാൽ വാഴണം, ഭരണം നടത്തണം എന്നൊക്കെ പറഞ്ഞു. മന്ത്രിമാരൊക്കെ അത് കേട്ടപ്പോൾ തന്നെ ദേഷ്യം വന്നു. നമ്മൾ മന്ത്രിമാർ പ്രതിജ്ഞ എടുത്ത്, വാളൊക്കെ ഉണ്ട് എല്ലാവർക്കും, അധികാര ചിഹ്നമായിട്ട് പ്രതിജ്ഞ എടുത്ത് അധികാരം കൈയാളിയവരാണ്. അപ്പം നമ്മളിവിടെ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ നല്ലവരൊന്നും ആവേണ്ടതില്ല, നമുക്ക് തോന്നിവാസം കളിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ചില മന്ത്രിമാർ ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചു. എന്താ നിർദ്ദേശം? ഇന്നലെ രാത്രിയിൽ ഒരു കുട്ടി ജനിച്ചു എന്ന് വിചാരിച്ച് അങ്ങ് ഇത്രയൊന്നും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഒരു കുട്ടിയല്ലേ ജനിച്ചിരിക്കുന്നത്. നമുക്കിന്ന് ഭരണമുണ്ട്, അധികാരമുണ്ട്. അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് ഉത്തരവുകൾ ഇറക്കാൻ സാധിക്കും. നമ്മൾ പറയുന്നത് അനുസരിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? സൈനികരുണ്ട്, നമുക്ക് സർവ്വ സൈന്യാധിപന്മാരുണ്ട്, ആയുധങ്ങളുണ്ട്. ഒരു കുട്ടി എവിടെയെങ്കിലും ജനിച്ചതുകൊണ്ട് നമ്മൾ പേടിക്കണോ? അങ്ങൊരു കാര്യം ചെയ്യും. എന്താണത് വേണ്ടത്? അങ്ങൊരു ഉത്തരവിറക്കുക, പെരുമ്പറ മുഴക്കിയിട്ട് ഒരു ഉത്തരവിറക്കുക. ഞങ്ങളത് നാട്ടിൽ മുഴുവനും പരസ്യം ചെയ്യാം. എന്താ ഉത്തരവ്? ഈ നാട്ടിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഇന്നു മുതൽ, അതായത് ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ തീയതി വെച്ചിട്ട്, ഇന്നലെ മുതൽ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വിശദാംശങ്ങൾ, അതായത് എവിടെയാണ് വീട്, അച്ഛൻ്റെ പേരെന്താ, അമ്മയുടെ പേരെന്താണ്, ആ വിശദാംശങ്ങൾ കൊട്ടാരത്തിൽ എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്തണം. ഇങ്ങനെ ഇനി അങ്ങോട്ട് ഒരു 14 ദിവസം വരെ, ഇന്നലെ തുടങ്ങിയിട്ട് ഒരു 14 ദിവസം വരെയുള്ള കുട്ടികളുണ്ടാകുന്ന ആ അച്ഛനമ്മമാർ വിവരം ഇവിടെ കൊട്ടാരത്തിൽ രേഖപ്പെടുത്തണം എന്നൊരു ഉത്തരവ് ഇറക്കുക. വേണ്ടാത്ത ഉത്തരവാണ്, നല്ല ഉത്തരവൊന്നുമല്ല, പക്ഷെ അത് നടപ്പിലാക്കാൻ ഞങ്ങളുണ്ട്. വേണ്ടാത്ത ഉത്തരവാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കും, വേണ്ടുന്നതാണെങ്കിൽ കുറച്ച് താമസിപ്പിക്കും. അങ്ങ് ഉത്തരവിറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കി കാര്യം നോക്കിക്കോളാം. ഞങ്ങൾക്കൊക്കെ വാളുണ്ട്, കേമത്വമുണ്ട്, അധികാരമുണ്ട്, തോന്നിയവാസം കളിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭോജരാജാവെ അങ്ങ് പരിഭ്രമിക്കേണ്ടതില്ല എന്ന് അവരുടെ മന്ത്രിമാർ പറഞ്ഞു. ഇന്നലെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രലംബൻ, ബഗൻ, ജാണൂരൻ, തൃണാവർത്തൻ, മുഷ്ടികൻ, അരിഷ്ടൻ, കേശി, പൂതന, ധേനു, ഇങ്ങനെ അനേകം മന്ത്രിമാരാണ് ഉള്ളത്. ആ മന്ത്രിമാരിൽ എല്ലാ മന്ത്രിമാരും ഒരേ അഭിപ്രായക്കാരായിരുന്നു. ഒരു വനിതാ മന്ത്രിയുണ്ട്, ഒരേ വനിതാ മന്ത്രി ഉണ്ടായിട്ടുള്ളൂ ആ മന്ത്രിസഭയിൽ, പൂതന. അങ്ങനെ ഇവിടെ എല്ലാവരും ഇരിക്കെ
വാളൊക്കെ എടുത്ത് ഉയർത്തിക്കൊണ്ട് ഓരോരാളും അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ആദ്യം മനസ്സ് മാറിയ കംസന് തോന്നി ഇവർ പറഞ്ഞതാണ് ശരി, എന്നാൽ ഉത്തരവിറക്കിയാൽ മതിയല്ലേ, പിന്നെ അല്ലാതെ ഞങ്ങൾ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞങ്ങളേറ്റു എന്ന് പറഞ്ഞു. അപ്പോഴേ കംസൻ ഉത്തരവിറക്കാൻ തീരുമാനിച്ചു. ഇനി കാര്യങ്ങൾ എങ്ങനെ നടക്കുക? ഇവിടെ ഇപ്പോൾ നാളെ മുതൽ രേഖപ്പെടുത്തലുകൾ വരും. പെരുമ്പറ മുഴക്കിയിട്ട് അറിയിപ്പ് കൊടുത്താൽ രേഖപ്പെടുത്തലുകൾ വരും. അപ്പോൾ ഇനി 14 ദിവസം വരെയുള്ള കുട്ടികളുടെ വിവരം ഇവിടെ കിട്ടും. പിന്നെ ആ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യും? തന്ത്രപൂർവം ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കാത്ത തരത്തിൽ, ജനങ്ങളിൽ ഒന്നും ഒരു ദോഷവും തോന്നാത്ത തരത്തിൽ, കൊട്ടാരവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് തോന്നുന്ന തരത്തിൽ വളരെ രഹസ്യമായിട്ട് നാട്ടിലുള്ള കുട്ടികളെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് അവിടെ ചർച്ച ചെയ്തു. ലോകത്തിൽ ആദ്യമായിട്ട് ജനന രജിസ്ട്രേഷൻ നടക്കുന്നത് മധുരയിലാണ്. അപ്പോഴാണ് അതിന് ഒരാൾക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, ചർച്ച എവിടെയും അവസാനിക്കുന്നില്ല. അപ്പോൾ വനിതാ മന്ത്രി പൂതന എഴുന്നേറ്റ് നിന്നു. ഒരു വീട്ടിൽ നിന്ന് കിട്ടിയ 3 മന്ത്രിസ്ഥാനങ്ങളുണ്ട്, അഘനും ബഗനും പൂതനയും. ഒരേ ഒരു വനിതാ മന്ത്രി ഉണ്ടായിട്ടുള്ളൂ. ആ വനിതാ മന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി എന്നുള്ള നിലയ്ക്ക് സാരിയൊക്കെ കൊടുത്ത് വന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് ചേലയൊക്കെ ഉടുത്തിട്ടാണ് വരിക. രാക്ഷസിയാണ് പൂതന. പക്ഷെ നല്ല വേഷത്തിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു. ആർക്കും മറുപടി പറയാൻ പറ്റിയില്ല. അപ്പോൾ പൂതന സ്വയം തന്നെ പറഞ്ഞു, എന്നെ കണ്ടാൽ ഒരു അമ്മയെ പോലെ തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട്, ഈ മന്ത്രിസഭയിൽ ഒരു അമ്മയെ പോലെ തോന്നുന്ന ഏക മന്ത്രി ഞാനാണ്. അതുകൊണ്ട് അമ്മമാർക്കാണ് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ സാമർഥ്യം കൂടുക. അപ്പോൾ എവിടെയൊക്കെ കുട്ടികളുണ്ടെന്നുള്ള വിവരം ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആ വിവരങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ കുട്ടികളുള്ള ഭവനങ്ങളിലേക്ക് ചെല്ലും. ഈ പുരത്തിൽ, ഈ മധുരാപുരിയിലുള്ള വീടുകളിലേക്കൊക്കെ പോകാം. അതിനുശേഷം ഇതിനോടനുബന്ധമായിട്ടുള്ള കുറേ ഗ്രാമങ്ങളുണ്ട്, അവിടെയൊക്കെ ഞാൻ ചെന്നിട്ട് ഈ പറയുന്ന ദിവസത്തിനിടയിൽ എവിടെയൊക്കെ കുട്ടികളുണ്ടായി എന്നുള്ളത് ഈ രേഖകൾ പരിശോധിച്ച് അവിടെയൊക്കെ ചെന്ന് തന്ത്രപൂർവ്വം ഞാൻ കുട്ടികളെ അമ്മയെപ്പോലെ ഇല്ലാതാക്കാം എന്നാണ് പറഞ്ഞത്. അമ്മയെപ്പോലെ ശരിയാക്കാം എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് സാധിക്കുക? അതിനു വേണ്ടിയിട്ട് കാളകൂട വിഷം എന്ന് പറയും. അതായത് ഹാലാഹലം വിഷം എന്ന് പാലാഴി മഥന സമയത്ത് പറഞ്ഞതാണ്. അത് ഇവിടെ കാളകൂടം ആയിട്ടാണ് പറയുന്നത്. ആ കാളകൂടം വിഷം തേച്ച് മുല കുടിപ്പിച്ചുകൊണ്ട് ആ കൊച്ചുകുട്ടിയെ താലോലിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആ വീട്ടിൽ ചെന്ന്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഇവിടെ കുട്ടി ഉണ്ടായി അല്ലേ, കാണാൻ വേണ്ടി വന്നതാണെന്നുള്ള ഭാവത്തിൽ സുന്ദരമായ വേഷത്തോടു കൂടി ചെന്നിട്ട് ഒരമ്മയുടെ ചാതുരിയിൽ കുട്ടികളെ കൊല്ലാം എന്നുള്ള തീരുമാനം അവിടുന്ന് എടുത്തു. അങ്ങനെ പൂതന ഓരോ ദിവസമായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. 1, 2, 3, 4, 5 ദിവസങ്ങൾ കൊണ്ട് ആ പുരത്തിൽ, പട്ടണത്തിലുള്ള മധുരാപുരിയിലുള്ള ഭവനങ്ങളിലൊക്കെ ചെന്ന് എവിടെയൊക്കെ കൊച്ചുകുട്ടി ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ 5 ദിവസത്തിനുള്ളിൽ ജനിച്ചിട്ടുണ്ടായോ ആ വിവരം കിട്ടിയ സ്ഥലത്തൊക്കെ ചെന്ന് ആ കുട്ടികളെയൊക്കെ തന്ത്രപൂർവ്വം കൊന്നു. ജനങ്ങൾക്കൊന്നും അറിയുന്നില്ല. രാക്ഷസിയായിട്ടാണുള്ളത്. ഇപ്പോൾ പല പല വേഷം മാറിയിട്ടൊക്കെ ഇവിടെ വരും. അയൽപക്കക്കാരൻ്റെ വേഷത്തിൽ, അയൽപക്കക്കാരിയുടെ വേഷത്തിലൊക്കെയാണ് വരിക, തോഴിമാരുടെ വേഷത്തിലൊക്കെയാണ് വരിക. അങ്ങനെ തന്ത്രപൂർവ്വം ആ വീട്ടിൽ കയറി അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെയൊക്കെ തന്ത്രപൂർവ്വം വിഷം തേച്ച് മുല കുടിപ്പിച്ചു കൊണ്ട് കൊല്ലുന്ന രുദ്രാശിനിയായ രാക്ഷസി ഒരു ഭാഗത്ത് അങ്ങനെ സഞ്ചരിക്കുന്നു. മധുരയിലുള്ള കുട്ടികളെ മുഴുവൻ 5 ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതാക്കി എന്നൊക്കെയുള്ള വിശേഷം പറഞ്ഞു. അടുത്തതായിട്ട് ഇനി അത് നമുക്ക് പിന്നീട് ശ്രദ്ധിക്കാം. ഇവിടെ കംസൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു എന്നാണ് പറയുന്നത്. അതായത് വേണ്ടാത്ത ചില ഉത്തരവുകളൊക്കെ ഇറക്കി. വേണ്ടാത്തത് എന്താണ് ഇദ്ദേഹത്തിന് പ്രശ്നം? സനാതനമായ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മം എവിടെ നടക്കുന്നുവോ അവിടെ ഈശ്വരനുണ്ട്, വിഷ്ണുവുണ്ട്. അതായത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മത്തെ നിലനിർത്താനുള്ള പൂജകളും ഹോമങ്ങളും സൽക്കർമ്മങ്ങളും നാമജപങ്ങളും ഒക്കെ എവിടെ നടക്കുന്നുവോ അവിടെ ഈശ്വരനുണ്ട്, വിഷ്ണുവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വിഷ്ണുവിനെ ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പണ്ട് ഹിരണ്യകശിപു തീരുമാനിച്ചിരുന്നു. വിഷ്ണുവിൻ്റെ വേരില്ലാതാക്കാൻ, ശ്രീഹരിയുടെ വേര് ഇല്ലാതാക്കണം, പ്രധാനപ്പെട്ട വേരുണക്കണം.
വലിയൊരു വടവൃക്ഷം പടർന്ന് പന്തലിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉണക്കാൻ അതിൻ്റെ വേരാണ് ഉണക്കേണ്ടത്. മൂലം ഹി വിഷ്ണുർദേവാനാം എത്ര ധർമ്മസനാതനാ തസ്യ ച ബ്രഹ്മ ഗോവിപ്രാതപോയജ്ഞാ സദക്ഷിണാഹ. ഇവിടെ ബ്രാഹ്മണര് വേദമന്ത്രങ്ങളൊക്കെ ജപിക്കുന്നവർ ബ്രാഹ്മണരാണ്, പൂജകളൊക്കെ ചെയ്യുന്നവർ. അവരെ ഇല്ലാതാക്കണം. വേദങ്ങൾ ഉണ്ടാവരുത്, അതില്ലാതാവണം. പശുക്കൾ ഇല്ലാതാവണം. തപസ്, സത്യം, ശൗചം, ശമം, ദമം, ദയാ, ശ്രദ്ധ, ഇതൊക്കെ കൊണ്ടാണ് വിഷ്ണു നിലനിൽക്കുന്നത്. അതൊക്കെ ഇല്ലാതാക്കണം എന്ന് ഇദ്ദേഹം തീരുമാനിച്ചു. അതിനനുസരിച്ച് ഉത്തരവുകൾ ഇറക്കുന്നു. ആ ഉത്തരവുകൾ ഇവിടെ നടപ്പിലാക്കാൻ ഇഷ്ടം പോലെ മന്ത്രിസഭയിലുള്ള ആളുകൾ തയ്യാറായിട്ടിരിക്കുന്നു. ഇവിടെ നല്ലവനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച കംസൻ, അതായത് നല്ലവനായിട്ട് ജീവിക്കുക, നമ്മൾ നല്ല ചിന്താഗതിയോടുകൂടി മറ്റുള്ളവർക്കൊന്നും ദോഷം ചെയ്യാതെ നല്ലവനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു കംസൻ. പക്ഷേ ഏവം ദുർമന്ത്രിഭിക്കംസഃ സമ്മന്ധ്യ ദുർമതി. നല്ലവനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാലും ഏവം ദുർമന്ത്രിഭിക്കംസഃ സമ്മന്ത്ര്യ ദുർമതി. ഇനിമേലാൽ ആർക്കും ദ്രോഹം ചെയ്യാതെ നല്ലവനായിട്ട് നടക്കണമെന്ന് ആഗ്രഹിച്ച കംസൻ ദുർമന്ത്രികളുടെ വാക്കുകൾ കേട്ടിട്ട് മനസ്സു മാറുന്നു. ആ മനസ്സൊക്കെ മാറി അപ്പോഴത്തന്നെ ഈ ഉത്തരവുകളൊക്കെ ഇറക്കി വിദ്വേഷത്തോടു കൂടിയിട്ട് ആ ശ്രീഹരിയോടുള്ള വിദ്വേഷം വർദ്ധിപ്പിച്ചുകൊണ്ടങ്ങനെ കഴിഞ്ഞുകൂടുന്ന രംഗം. വേണ്ടാത്ത ഉത്തരവുകൾ ഇറക്കി അതൊക്കെ നടപ്പിലാക്കാൻ ആളുണ്ടായി എന്നൊക്കെയാണ് വിശേഷമായിട്ട് പറഞ്ഞത്. പക്ഷേ ഇതിലൊരു കാര്യം, ആയുശ്രിയം യശോധർമ്മം ലോകാനാശിഷയേവ ജഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമ. ആയുശ്രിയം, സജ്ജനങ്ങളെ ദ്രോഹിക്കുക, മഹാന്മാരിൽ ഏൽപ്പിക്കുന്ന ദ്രോഹം, അതിക്രമം, ആ ഏൽപ്പിക്കുന്നവൻ്റെ ആയുസ്സിനെയും ധനത്തെയും സമൃദ്ധിയെയും കീർത്തിയെയും പുണ്യത്തെയും സർവശ്രേയസ്സുകളെയും ഇല്ലാതാക്കുന്നതാണ് എന്ന് ഇവിടെ പറഞ്ഞു തന്നു. അതുമാത്രമല്ല, മറ്റൊരു വിശേഷം, കംസൻ്റെ വനിതാമന്ത്രിയായ പൂതന 5 ദിവസങ്ങളോളം ഈ പട്ടണങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഇവിടെ രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളെ അമ്മയുടെ ചാതുരിയിൽ നല്ല വേഷത്തിൽ ചെന്ന് എടുത്ത് മാറോട് ചേർത്ത് വിഷം തേച്ച മുല കുടിപ്പിച്ച് കൊല്ലുന്ന രംഗം ഒരു ഭാഗത്ത് വർണ്ണിച്ചു. ഇനി അമ്പാടിയിൽ ഒരു ഉണ്ണിയുണ്ടായ വിശേഷം, അതാണല്ലോ മറ്റൊരു ഭാഗം. നന്ദഭവനമാണ് അമ്പാടി. 84 തൂണുകളോടുകൂടിയിട്ട് വിശ്വകർമാവിനാൽ നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള ശക്തമായ ഇരുമ്പിന് തുല്യമായ കരിങ്കല്ലുകളോട് കൂടിയിട്ടുള്ള, അതായത് ലോഹത്തിന് തുല്യമായിട്ടുള്ള ഒരു തരം കല്ല് എന്ന് പറയാം. ലോഹം പോലെ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള അതിശക്തമായ 84 തൂണുകളോട് കൂടിയിട്ടുള്ള ആ ശക്തമായ നന്ദഭവനം, അവിടെ നമ്മൾ അമ്പാടി എന്നൊക്കെയാണ് പറയുക. നന്ദഗാവ് എന്നും നന്ദവ്രജം എന്നും ആ ഗ്രാമത്തിന് പേരുണ്ട്. അവിടെ അനേകായിരം പശുക്കളോട് കൂടിയിട്ട് അതിനെയൊക്കെ ശുശ്രൂഷിക്കാനുള്ള വ്രജവാസികളോട് കൂടിയിട്ട് കഴിഞ്ഞുകൂടുന്ന, ആ വ്രജത്തിൻ്റെ അധിപതിയായിട്ട് തന്നെ കഴിഞ്ഞുകൂടുന്ന നന്ദഗോപര്, അദ്ദേഹത്തിൻ്റെ പത്നി യശോദ, അവർക്ക് സന്താനങ്ങളില്ലാതെ വളരെയധികം വിഷമിച്ചുകൊണ്ടങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഒരു ആൺകുട്ടി ഉണ്ടായതായിട്ടാണ് ഈ നന്ദഭവനത്തിലുള്ള യശോദ, നന്ദഗോപരുൾപ്പെടെ ആ ജനങ്ങൾ മുഴുവൻ അറിയുന്നത്. സത്യത്തിൽ ഉണ്ടായത് പെൺകുട്ടിയാണെന്നും ആ പെൺകുട്ടിയെ വസുദേവർ ഭഗവാൻ നിർദ്ദേശപ്രകാരം മാറ്റിയതാണെന്നും
ഒന്നും അവരറിയില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ലൊരു സുന്ദരനായ ആൺകുട്ടിയാണ് കാണുന്നത്. അതിസുന്ദരമന്ദഹാസം. ആ പുഞ്ചിരി അന്നേ ഉള്ളതാണ്. നന്ദഗോപരെക്കുറിച്ച് നമ്മൾ ഏതാണ്ട് മനസ്സിലായി. ഒരു 10 ലക്ഷത്തോളം പശുക്കളുണ്ട് നന്ദഗോപർക്ക്. അങ്ങനെയുള്ള നന്ദഗോപര് താമസിക്കുന്ന മന്ദിരം, അവിടെ തോഴിമാരോടുകൂടി യശോദാമ്മ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന യശോദാമ്മയ്ക്കാണ് ഇപ്പോഴൊരു ആൺകുട്ടി ഉണ്ടായത്. ഇതിനിടയിൽ 7ാമത്തെ ഗർഭത്തെ ആരുമറിയാതെ യോഗമായ ദേവകിയുടെ 7ാമത്തെ ഗർഭത്തെ കാരാഗൃഹത്തിൽ വെച്ച് വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണി നന്ദഭവനത്തിൽ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ രോഹിണിയിലേക്ക് മാറ്റിയിരുന്നു അർദ്ധരാത്രി സമയത്ത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ലോകത്തിൽ ആദ്യമായിട്ട് ഭ്രൂണമാറ്റം നടത്തിയത് ഈ യോഗമായാണെന്നും പറഞ്ഞു. ആ കുട്ടി നമ്മൾ മേടമാസത്തിലെ പക്കത്തിൽ തൃതീയ പക്ക, അതായത് പ്രഥമ ദ്വിതീയ തൃതീയ മേടത്തിൽ, മേടമാസത്തിലെ വരിക വൈശാഖം എന്നാണ് പറയുക. ഇങ്ങനെ ഓരോ മാസങ്ങളുണ്ടല്ലോ, ആഷാഢം, വൈശാഖം, ചൈത്രം, ഇങ്ങനെ ചൈത്രം, വൈശാഖം ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ വൈശാഖ മാസത്തിലെ, അതായത് ഏപ്രിൽ 14 ശേഷമാണ് സാധാരണഗതിയിൽ വരിക മേടമാസം. ആ മേടം അതോട് കൂടിയിട്ട് വൈശാഖം. ആ വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയ എന്നാണ് അതിൻ്റെ പേര്. തൃതീയ തിഥിയാണ്, പക്ഷേ അതിൻ്റെ പേര് അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ ആ തൃതീയ ദിവസങ്ങളിൽ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ദാനധർമാദികൾ ചെയ്താൽ, നന്മകൾ എന്തെങ്കിലും ചെയ്താൽ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ, പൂജകൾ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, നാമം ജപിച്ചാൽ, വൈശാഖത്തിൽ പൊതുവെ ഫലമാണെങ്കിൽ ഈ തൃതീയയിൽ വലിയ ഫലമാണ്, അക്ഷയമായ ഫലം, ഒരിക്കലും ക്ഷയിക്കാത്ത ഫലമാണ്. ആ തൃതീയയിലാണ് ഭഗവാൻ ബലരാമസ്വാമിയുടെ ജന്മദിനം. അക്ഷയ തൃതീയയിലാണ് ഭഗവാൻ ബലരാമൻ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ ജനിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞു തന്നത്. അതുകൊണ്ട് വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയക്ക് വലിയൊരു മഹത്വമുണ്ട്. ബലരാമ ജയന്തി, മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പിന്നാലെ മനസ്സിലാവും. അങ്ങനെയുള്ള അക്ഷയ തൃതീയയിൽ ജനിച്ചു ബലരാമസ്വാമി. മേടം കഴിഞ്ഞ് ഇടവം, മിഥുനം, കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മം ഉണ്ടായതെങ്കിൽ ഈ മേടത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു 3.5 മാസത്തിൻ്റെ വ്യത്യാസത്തോടു കൂടിയിട്ടാണ് രണ്ടുപേരും ജനിച്ചതെന്ന് കൂടി മനസ്സിലാക്കുക. ഈ സമയത്ത് അമ്പാടിയിലൊരു ഉണ്ണിയുണ്ടായി. കോമള ഗാത്രത്തോടുകൂടി അതിസുന്ദരമായ മന്ദഹാസത്തോടുകൂടി സൗന്ദര്യോത്തരതോപി സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണിയാണ്. എന്തെന്നില്ലാത്ത മനോഹാരിതയോട് കൂടിയിട്ടൊരു ഉണ്ണി ഉണ്ടായി. ദരിദ്രന് നിധി കിട്ടിയതുപോലെ, കണ്ണു കാണാത്തവന് കാഴ്ച കിട്ടിയതുപോലെ എന്തെന്നില്ലാത്ത സന്തോഷം നന്ദഗോപർക്കുണ്ടായി, നമ്മുടെ യശോദാദേവിക്കുണ്ടായി. സന്തോഷത്തോടുകൂടി ഉണ്ണിയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇതാ കഴിഞ്ഞുകൂടുന്നു. പക്ഷേ ഈ ഉണ്ണി ജനിച്ചതറിഞ്ഞ് കൊട്ടാരത്തിലുള്ളവരെല്ലാവരും അറിയുന്നു, തൊട്ട് പിറകിലുള്ളവരറിയുന്നു, ഒരാൾ അടുത്ത ആളോട് പറയുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ വ്രജവാസികൾ മുഴുവൻ അറിഞ്ഞു, നമ്മുടെ നന്ദഗോപർക്കൊരു ഉണ്ണി ഉണ്ടായിട്ടോ. സന്തോഷം. ഗർഭിണിയായ യശോദ പ്രസവിച്ചു. സന്തോഷം. ആൺകുട്ടിയാണ് കേട്ടോ, നമുക്ക് പോകണ്ടേ എന്ന് പറഞ്ഞ് ഇത് കേട്ടപ്പോൾ പിന്നെ ഒട്ടും താമസമില്ല. രാത്രിയിൽ 1 മണിക്കോ 1:15 കേട്ടതെങ്കിൽ അപ്പോഴും തന്നെ എഴുന്നേറ്റ് കുളിച്ച്, ഇപ്പോൾ നമ്മൾ ഗുരുവായൂരിലൊക്കെ തൊഴാൻ പോകുന്നത് പോലെ രാവിലെ 4 മണിക്കുള്ള ദർശനത്തിനോ 7 മണിക്കുള്ള ദർശനത്തിനോ രാത്രി തന്നെ കുളിച്ച് തയ്യാറായിട്ട് ഇങ്ങനെ വരി നിൽക്കുന്നത് പോലെ ആ നന്ദവ്രജത്തിലുള്ള ഗോപന്മാരും ഗോപസ്ത്രീകളും ഗോപികമാരും എല്ലാവരും ഇത് കേട്ട ഉടനെ തന്നെ കുളിച്ച് അവർക്കുള്ളതിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള മനോഹരമായ വസ്ത്രം ധരിച്ച് മാലയൊക്കെ അണിഞ്ഞ്, അത് പൂമാലകളൊക്കെ ശിരസിലണിഞ്ഞ്, അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം, കാരണം ഉണ്ണിയെ കാണുമ്പോൾ, രാജാവിൻ്റെ ഉണ്ണിയെ കാണുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട്
പാത്രങ്ങളിൽ പകർന്നെടുത്തിട്ടുണ്ട്. പാല്, വെണ്ണ, തൈര്, ഇങ്ങനെ അവർക്ക് ഉള്ള വസ്തു ഉണ്ണിക്ക് കൊടുക്കാൻ എന്നുള്ള നിലക്കല്ല, ഉണ്ണിയെ കാണാൻ പോകുമ്പോഴെന്തെങ്കിലും കരുതണം എന്നുള്ള നിലക്ക് പാലും വെണ്ണയും തൈരൊക്കെ എടുത്തുകൊണ്ട് അവരൊക്കെ കൂടി ഇതാ ഈ ഉണ്ണിയെ കാണാനായിട്ട് ഗാവോ വൃഷാ വത്സതരാ ഹരിദ്രാ തൈലരൂഷിതാഹ വിചിത്രധാതുപരിഹസ്രഗ്വസ്ത്രകഞ്ചനമാലിന മഹാർഹ വസ്ത്രാഭരണ കഞ്ചുകോഷ്ണീഷഭൂഷിത ഗോപാസമായയൂരാജൻ നാനോപായനപാണയ ഉപായനവുമായിട്ട് കയ്യിൽ ഇത്തരം ചെറിയ ചെറിയ കലങ്ങളിലായിട്ട് കുടങ്ങളിലായിട്ട് വെണ്ണയും പാലും തൈരും ഒക്കെ ആയിട്ട് അവരൊക്കെ കൂടി എത്തിച്ചേർന്നു. ഗോപികമാരെല്ലാവരും ഈ ഉണ്ണിയെ ഒന്ന് കാണാനെന്ന് കൊതിച്ചവിടെ എത്തിച്ചേർന്നു. എല്ലാവരും ഈ നന്ദഭവനത്തിന് ചുറ്റും വരിയായിട്ട് നിന്നോളൂ കേട്ടോ. വരിയായിട്ട് ഇങ്ങനെ നിന്നോളൂ, ചുറ്റിലും ഒരു വരി കഴിഞ്ഞാൽ അടുത്ത വരിയായിട്ട് നിന്നോളൂ. ഉണ്ണി ഇപ്പോൾ ഉറക്കില്ല. രാവിലെ പ്രഭാതത്തിൽ ഉണ്ണി എഴുന്നേറ്റ് ആ രാവിലത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉണ്ണിയെ കാണാം കേട്ടോ. എല്ലാവരും ധൈര്യമായിട്ട് ഇങ്ങനെ കാത്തു നിന്നോളൂ എന്ന് പറഞ്ഞു. ഗോപ്യസുമൃഷ്ടമണികുണ്ടല നിഷ്കകണ്ഠ്യ ചിത്രാംബരാപതി ശിഖാച്യുതമാല്യവർഷ നന്ദാലയം സബലയാ വ്രജതീർവിരേജു വ്യാലോലകുണ്ടലപയോധര ഹാരശോഭാ. എല്ലാവരും അങ്ങനെ തയ്യാറായിട്ട് ഉണ്ണിയെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും പുറത്തിങ്ങനെ നിൽക്കുകയാണ്. ദീർഘചതുരാകൃതിയിലുള്ള ഈ 54 തൂണുകളിലെ വലിയ മന്ദിരത്തിൻ്റെ ചുറ്റിലും ഗോപന്മാരും ഗോപികമാരൊക്കെ ഉണ്ണിയെ ഒരു നോക്ക് കാണാൻ നിൽക്കുന്നത്. നന്ദൻ്റെ ഉണ്ണിയെ കാണാനായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ശ്രീകൃഷ്ണൻ്റെ അറിയാത്ത പ്രഭാവത്തിൻ്റെ ആകർഷകത്വം അതാണ് അവരെ പിടിച്ചു നിർത്തുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി അങ്ങോട്ട് ആ ഉണ്ണിയെ കാണുന്നതും കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതും ഇവിടെയാണ്. പാലും തൈരൊക്കെ കൊണ്ട് അവരൊരു ആഘോഷം നടത്തുന്നു. ജന്മാഷ്ടമി എന്നാണ് പറയുക. കൃഷ്ണൻ ജനിച്ചിട്ട് ആദ്യമായിട്ടുണ്ടായ ആഘോഷം പിൽക്കാലത്ത് അങ്ങനെ തുറന്നു വന്നപ്പോഴാണ് ജന്മാഷ്ടമിയായിട്ട് വന്നത്. ഇപ്പോഴും നന്ദഗോപരുടെ ഉണ്ണിയെ കണ്ടപ്പോഴുള്ള ആ വ്രജവാസികളുടെ ഗോപന്മാരുടെ ഗോപികമാരുടെ ആഘോഷവും ആനന്ദ നൃത്തവും ഒക്കെയാണ് കാണുന്നത്. ഇന്നും അവർക്ക് ഭഗവാന്റെ പേരും വിളിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്യാൻ സാധിക്കുന്നത്. ഗായകന്മാരും എല്ലാവരും അവിടെ ഉണ്ട്. അവരൊക്കെ നൃത്തം ചെയ്തുകൊണ്ടും പാട്ട് പാടിക്കൊണ്ടും നൃത്തം ചെയ്തുകൊണ്ടും ആനന്ദിക്കുന്ന രംഗം ഇനി നമുക്ക് അടുത്ത സുദിനത്തിലൂടെ മനസ്സിലാക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം.
ഭാഗവതാമൃതം.